കൊല്ലത്ത് ഒരാൾക്ക് സൂര്യാതപമേറ്റു. മുണ്ടയ്ക്കൽ സ്വദേശി കൊച്ചുണ്ണിക്കാണ് സൂര്യാതപമേറ്റത്. ഇന്നലെ മുണ്ടയ്ക്കൽ പാപനാശം കടപ്പുറത്ത് വെച്ചാണ് സൂര്യാതപമേറ്റത്. അരുൺരാജ് ഉണ്ട് കൊല്ലത്ത് നിന്ന്. അരുൺ, നമ്മൾ അല്പസമയം മുൻപ് ഇതിനെപ്പറ്റി സംസാരിക്കുകയായിരുന്നു. വീണ്ടും അത്തരത്തിലൊരു വാർത്ത. ഇയാളുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? ഇന്നലെ മുണ്ടയ്ക്കൽ പാപനാശം കടപ്പുറത്ത് വെച്ചാണ് മുണ്ടയ്ക്കൽ സ്വദേശി കൊച്ചുണ്ണിക്ക് സൂര്യതാപം ഏൽക്കുന്നത്. തുടർന്ന് ഈ ശരീരത്തിന് അസ്വസ്ഥത അനുഭവപ്പെട്ടു. ഇന്നും അസ്വസ്ഥത തുടർന്നതിനെ തുടർന്നാണ് ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ഇത് എന്താണെന്ന് പരിശോധിച്ചപ്പോഴാണ് സൂര്യതാപമാണെന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇപ്പോൾ ഇയാളെ വിട്ടയച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി 37 ഡിഗ്രിയിലധികം ചൂടാണ് കൊല്ലത്ത് ജില്ലയിലടക്കം ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പുനലൂരും കൊല്ലം നഗരത്തിലുമടക്കം ഈ 37 ഡിഗ്രി ചൂട് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും മുൻകരുതൽ നിർദ്ദേശമടക്കം ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെക്കുമ്പോഴും ഈ പുറത്തടക്കം പണിയെടുക്കുന്നവർക്ക് അത് സൂര്യതാപം ഏൽക്കുന്ന മൂന്നാമത്തെ കേസാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ കൊല്ലത്തേത്. ശരി, അരുൺരാജാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്തിന്റെ പല ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. സൂര്യാതാപമേറ്റു, സൂര്യാഘാതമേറ്റു. എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക. നേരത്തെ ക്രിസ്ത്യനെച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഫോളോ ചെയ്യുക അല്ലേ? അതുപോലെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞായിരുന്നു, പിന്നെ നല്ല വെയിലിലൊക്കെ പോകുന്നവര് നല്ലപോലെ വെള്ളം കുടിക്കണം. ഒപ്പം തന്നെ ഈ പഴം കയ്യിലെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് കൂടുതൽ മോയിസ്ചേർഡ് ആണല്ലോ, അതും ഇടയ്ക്കിടയ്ക്ക് കഴിക്കുക, വെള്ളം കുടിക്കുക. അത് നമുക്ക് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഫീല് തരും എന്നാണ് പറഞ്ഞത്.